സ്വാഗതം നമ്മുടെ നല്ല നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മൗനപ്പള്ളി ദേവീക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ്. നമ്മൾ ഈ മൗനപ്പള്ളി എന്ന് പറയുമ്പോൾ മൗനപ്പള്ളിയിൽ നിന്ന് ഇലഞ്ഞിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ എത്തുന്നതിന് കാരണം പങ്കജാക്ഷിയമ്മ എന്ന ഒരു കലാകാരിയാണ്. പങ്കജാക്ഷിയമ്മ എന്ന കലാകാരി തൻ്റെ ആയുഷ്കാലം അത്രയും അനുഷ്ഠിച്ചു വന്ന, ബാല്യം മുതൽ വാർദ്ധക്യം വരെ അനുഷ്ഠിച്ചു വന്ന ഒരു കലാരൂപം തലമുറയിലേക്ക്, ചെറുമകളിലേക്ക് കൈമാറപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. ആ കലാരൂപവും അടുത്തറിയാനും അത് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ആണ് ഞങ്ങളിവിടെ എത്തി നിൽക്കുന്നത്. സ്വാഗതം. ഗണപതി ഭഗവാൻ വരമരുളേണം, ഗണപതി ഭഗവാൻ വരമരുളേണം, വച്ച വിളക്കിനു കൈതൊഴുന്നേ. ഒരു വലിയ കാലഘട്ടം കൈമാറി വന്ന ഒരു കലാരൂപമാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറ ഒരിക്കലും പിന്തുടരാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ കാണാത്ത ആളുകളായിരിക്കും. ഈ കലാരൂപം കണ്ടിട്ടുള്ളവരുടെ എണ്ണം തന്നെ കുറവായിരിക്കും. നോക്കുവിദ്യ, ഭാവകളി ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കാം. ഇത് തുടങ്ങി വെച്ചത് പങ്കജാക്ഷിയമ്മ എന്ന നമ്മളോടൊപ്പമുള്ള ഈ അമ്മയാണ്. അമ്മയുടെ ചെറുമകൾ രഞ്ജിനി ഇപ്പോഴും അമ്മ തുടങ്ങി വെച്ച, അല്ലെ മുത്തശ്ശി തുടങ്ങി വെച്ച ആ പാരമ്പര്യ കലാവിദ്യ വളരെ സ്നേഹത്തോടെ ഒരു തപസ്യ എന്നോളം കൊണ്ടു നടക്കുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ഫോക്കുലർ അവാർഡ് വരെ നേടിയിട്ടുള്ള പങ്കജാക്ഷി അമ്മയുടെ മകൾ പിന്തുടർച്ചയിലാണ്. ഗണപതി ഭഗവാൻ വരമരുളേണം, ഗണപതി ഭഗവാൻ വരമരുളേണം, വച്ച വിളക്കിനു കൈതൊഴുന്നേ. ലക്ഷ്മി ഭഗവതി തുണ ചെയ്തിടുക, ലക്ഷ്മി ഭഗവതി തുണ ചെയ്തിടുക, വച്ച വിളക്കിനു കൈതൊഴുന്നേ. സരസ്വതി ദേവി വിളയാടിടുക, സരസ്വതി ദേവി വിളയാടിടുക, വച്ച വിളക്കിനു നമാമ്യഹം. വാസുകിയെ കൊണ്ടു വരുവാൻ വിഷമം, വാസുദേവ വന്നേ. വാസവപുരിയിൽ ചെന്നു വളരെ ഞാൻ സേവ ചെയ്തു, ഭാവപ്തം നടിച്ചു ഞാൻ മടങ്ങി ഞാനിങ്ങു പോന്നു. കുത്തിക്കൊണ്ടുയർന്നു ഞാൻ അമ്പരത്തോളം, ഒട്ടുമേ ഒതുങ്ങിയില്ല അവനുടെ നീളമയ്യോ. ഒരു മടക്കായി കൊത്തി അമ്പരെ ഉയർന്നപ്പോൾ പിന്നെയും അവനുടെ നീളം അത്രയും കാണായി വന്നു. മൂന്നു മടക്കായി കൊത്തി അമ്പരെ ഉയർന്നപ്പോൾ പിന്നെയും അവനുടെ നീളം അത്രയും കാണായി വന്നു. ഭഗവാനെ സ്തുതിച്ചു ഞാൻ കൊത്തിയുയർന്നപ്പോൾ വാസുകി ചുണ്ടിന്മേൽ ഭഗവാനെ കാണായി വന്നു. വാസുകി ചുണ്ടിന്മേൽ ഭഗവാനെ കാണായി വന്നു. വാസുകി ചുണ്ടിന്മേൽ ഭഗവാനെ കാണായി വന്നു. കുരങ്ങേ നീ ഇറങ്ങി വാടാ,
മുത്തോന്തോ മുതുനായോടും പോക്കിരിയോ നത്തോ മുത്തോന്തോ മുതുനായോടും പോക്കിരിയോ നത്തോ ചോദിച്ചാൽ പറയാതെ ചൊറിഞ്ഞും കൊണ്ടിരിക്കുന്ന കുരങ്ങേ നീ ഇറങ്ങി വാടാ. ഒരു കയ്യാലിരുമ്പുലക്ക എടുക്കുവാനരുതാഞ്ഞു ഇരു കയ്യാലിരുമ്പുലക്ക എടുത്തേ നാഥ. കയ്യോ കുഴയുന്നു മെയ്യോ തളരുന്നു കയ്യോ കുഴയുന്നു മെയ്യോ തളരുന്നു ദേഹമോ കുഴയുന്നു എന്നാഥ ദേഹമോ കുഴയുന്നു എന്നാഥ ദേഹമോ കുഴയുന്നു എന്നാഥ. വാളൻ വന്നു കരികളരച്ചു കരികളരച്ചന ചരടു നനച്ചു പെശകി പെശകിയറത്തു തുടങ്ങി അകത്താനേ വാളം പാമരം കേറ്റി തറത്താനേ വാളം. ഇച്ഛയതായൊരു കള്ളയറത്തു ചേർച്ചയതായൊരു കഥകുമറത്തു നെടിയുത്തരമോടു കുറിയുത്തരവും നെടിയുത്തരമോടു കുറിയുത്തരവും മല്ല് കഴുക്കോൽ മോന്താഴം വള അറത്താനേ വാളൻ പാമരം കേറ്റി തറത്താനേ വാളൻ പാമരം കേറ്റി തറത്താനേ വാളൻ പാമരം കേറ്റി തറത്താനേ വാളൻ. വരിക വിരപൊടു പോരിനായി വിരുതുള്ള വീരനതെങ്കിലോ വരിക വിരപൊടു പോരിനായി വിരുതുള്ള വീരനതെങ്കിലോ കരുവനെന്നു പറഞ്ഞു തുള്ളിയടുത്തെടുത്തൊരു വന്മരം പൊരുതു പൊരുതു തുടങ്ങിനാൻ അവർ ഇരുവരും ഒരു പോലുടൻ ചാടിയോടിയടിക്കയും അടികൂടയങ്ങു തടുക്കയും കല്ലിമലകളിളക്കയും ചൊല്ലുള്ള മല്ലനിടിക്കയും കൈക്കു കോർത്തു പിടിക്കയും കാൽ കെട്ടി മെല്ലയടിക്കയും തുങ്ങമങ്ങിതുപോലെയങ്ങവർ തങ്ങളിൽ പൊരുതുമ്പോഴേ കൊന്നൊടുക്കി മുടിച്ചരക്കനെ മന്നവൻ ബലഭീമനും കൊന്നൊടുക്കി മുടിച്ചരക്കനെ മന്നവൻ ബലഭീമനും കൊന്നൊടുക്കി മുടിച്ചരക്കനെ മന്നവൻ ബലഭീമനും. കൃഷ്ണ ശരണമെന്നു കുന്തി നന്ദനന്മാരും കാനനദേശേ വാഴും കാലമങ്ങൊരു ദിനം വിപ്രദുഃഖത്തെ കേട്ടു ചൊല്ലിനാൻ ധർമ്മരാജൻ എന്തേ ഭൂസുരന്മാരെ ദുഃഖത്തിൻ കാരണം ധർമ്മരാജൻ ഗിരം കേട്ടു ഭൂസുരശ്രേഷ്ഠൻ എന്തു ചെയ്വേണ്ടു ഞാനും കന്ദ
വിധിയിതെല്ലാം ദുഷ്ടതയേറിടുന്ന ദഗനന്നൊരു രാക്ഷസൻ മർത്യ മാംസം ഭുജിപ്പാൻ കൊല്ലുന്നു ദിനം തോറും ഇന്നൻ ദിനമല്ലോ എന്തു ചെയ്തേണ്ടു ഞാനും ഹന്ത കഷ്ടമീ തോർത്താൽ ഈശ്വര കൽപ്പിതമോ ഹന്ത കഷ്ടമീ തോർത്താൽ ഈശ്വര കൽപ്പിതമോ ദ്രൗപദി സ്വയംവരത്തിനായി ചമഞ്ഞൊരുങ്ങി കന്യക പാഞ്ചാലി വരവായി പഞ്ചവർണ്ണ കിളിയെയ്യണമെന്നിപ്പോൾ പാഞ്ചാലൻ ചൊല്ലി പഞ്ചവർണ്ണ കിളിയെയ്യണമെന്നിപ്പോൾ പാഞ്ചാലൻ ചൊല്ലി പഞ്ചകസായകമുണ്ടേ കണ്ടു വല്ലഭമുള്ള നൃപന്മാരുണ്ടെങ്കിൽ വന്നാലും വേഗം വല്ലഭമുള്ള നൃപന്മാരുണ്ടെങ്കിൽ വന്നാലും വേഗം എല്ലതെടുത്തു വലിച്ചു നെയ്താൽ കൊള്ളാം എന്നതു കേട്ടു അർജുനൻ താനും വേഗമോടപ്പോൾ എന്നതു കേട്ടു അർജുനൻ താനും വേഗമോടപ്പോൾ കുലചന്ദ്രപക്ഷിയെ വീഴ്ത്തി മാലയവൾ കയ്യിലെടുത്തു പാഞ്ചാലി താനും മാലയവൾ കയ്യിലെടുത്തു പാഞ്ചാലി താനും അർജുനനെ മാലയും ഇട്ടു മാലയവൾ കയ്യിലെടുത്തു പാഞ്ചാലി താനും അർജുനനെ മാലയും ഇട്ടു ദ്രൗപദി സ്വയംവരത്തിനായി ചമഞ്ഞൊരുങ്ങി കന്യക പാഞ്ചാലി വരവാ ചെപ്പത്ത കുളിർമുള്ള കന്നിമാരേഴു പേരും ചെന്നു നീരാടുവാനായി ഒരുമിച്ച് ചെപ്പത്ത കുളിർമുള്ള കന്നിമാരേഴു പേരും ചെന്നു നീരാടുവാനായി ഒരുമിച്ച് ചെയ്തതെളിഞ്ഞവരെഴുവരുമായി ചെന്നാ പൊയ്യക്കര മത്തി വഴിച്ചക്കര വെച്ച് നടിയിലിറങ്ങി കളിയും കുളി നന്നായി സ്മിതവും പുണ്ടരുകിൽ രസമോടവർ നിന്നു കുളിക്കുമ്പോൾ കളിയും കുളി നന്നായി സ്മിതവും പുണ്ടരുകിൽ രസമോടവർ നിന്ന് കുളിക്കുമ്പോൾ നായകനാം ശ്രീഗോപാലൻ ഗോവിന്ദൻ ചെന്നവിടേക്ക് കണ്ടവരുടെ തുകിലും അതെല്ലാം വാരിയെടുത്തു മത്തന്മാരെ പോലെ നീ ചിത്തത്തിൽ തോന്നിയിടേണ്ട മനക്ഷയങ്ങളുണ്ട് പാരിക്കേട്ടാൽ മത്തന്മാരെ പോലെ നീ ചിത്തത്തിൽ തോന്നിയിടേണ്ട മനക്ഷയങ്ങളുണ്ട് പാരിൽ കേട്ടാൽ മാനസവും ഞങ്ങളുടെ വെളിവും ഓർത്തുടനെ തുകിലു തരണം നാരായണ ഗോവിന്ദ എന്നാടം മാനം തരിക്കാം മടിയാതെ പാരാതെ മൊഴിയേ തരിക്കാം മടിയാതെ പാരാതെ മൊഴിയേ മഞ്ചുള തപോവനം മന്ദഹാസനം വനം മഞ്ചുള തപോവനം മന്ദഹാസനം വനം
നൽകുക ബഹുമാനം, ദൂരെ നിൽക്കുക മാനം. ധരിക്കാമടിയാതെ പാരാതെ മൊഴി, ധരിക്കാമടിയാതെ പാരാതെ മൊഴി. ഇന്ദ്രനെ ഭജിക്കുന്നു, ചന്ദ്രനെ ഭജിക്കുന്നു, ഇന്ദ്രനെ ഭജിക്കുന്നു, ചന്ദ്രനെ ഭജിക്കുന്നു. നൽകുക ബഹുമാനം, ദൂരെ നിൽക്കുക മാനം. ധരിക്കാമടിയാതെ പാരാതെ മൊഴി, ധരിക്കാമടിയാതെ പാരാതെ മൊഴി. മഞ്ജുള തപോവനം മന്ദഹാസനം വനം, മഞ്ജുള തപോവനം മന്ദഹാസനം വനം. നൽകുക ബഹുമാനം, ദൂരെ നിൽക്കുക മാനം. ധരിക്കാമടിയാതെ പാരാതെ മൊഴി, ധരിക്കാമടിയാതെ പാരാതെ മൊഴി, ധരിക്കാമടിയാതെ പാരാതെ മൊഴി. മഹാദേവ ശിവശംഭോ, മഹാദേവ ശിവശംഭോ, മഹാദേവ ശിവശംഭോ, മഹാദേവ ശിവശംഭോ. ശ്രീമാരക്കോടി സുന്ദര പ്രഭു ശ്രീ മഹാദേവ ശിവശംഭോ. ശ്രീമാരക്കോടി സുന്ദര പ്രഭു ശ്രീ മഹാദേവ ശിവശംഭോ, ശിവശംഭോ. സഹസ്രകോടി ജനപാലന, ആ ആ സഹസ്രകോടി ജനപാലന, സഹസ്രകോടി ജനപാലന, സഹസ്രകോടി ജനപാലന, സഹസ്രകോടി ജനപാലന. സാധു സംരക്ഷണ പാവന, സാധു സംരക്ഷണ പാവന, സാധു സംരക്ഷണ പാവന, സാധു സംരക്ഷണ പാവന. മഹാദേവ ശിവശംഭോ. ശ്രീമാരക്കോടി സുന്ദര പ്രഭു ശ്രീ മഹാദേവ ശിവശംഭോ, ശിവശംഭോ. ആടുപാമ്പേ പുനം തേടുപാമ്പേ, ആനന്ദ ചിത്തനെ വെച്ചാടുപാമ്പേ. ആടുപാമ്പേ പുനം തേടുപാമ്പേ, ആനന്ദ ചിത്തനെ വെച്ചാടുപാമ്പേ.
അക്കര വടകര വഞ്ചിമുട്ടിൽ പാമ്പ്, അക്കര വടകര വഞ്ചിമുട്ടിൽ പാമ്പ്, വാലും വളച്ചേരുന്ന മൂർഖൻ പാമ്പ്. ഊത്തക്കുഴിയിലെ മണ്ണെടുത്ത പാമ്പ്, ഊത്തക്കുഴിയിലെ മണ്ണെടുത്ത പാമ്പ്, ഉദരപ്പുനത്തിൽ വെച്ച് മുട്ടയിട്ട പാമ്പ്. ആടു പാമ്പേ ആടാടു പാമ്പേ, ആടു പാമ്പേ ആടാടു പാമ്പേ, ആടാടു പാമ്പേ ആടാടു പാമ്പേ. ലങ്കാപൂരം കാൺമതിനായി കടൽ കടന്നു, ലവണ നദിയും കടന്നു ചെന്നേ. രാവണി തന്നെയും വധിച്ചു ശ്രീ ഹനുമാനും, രാവണി തന്നെയും വധിച്ചു ശ്രീ ഹനുമാനും. രാവണൻ കോട്ടയ്ക്കകം പുക്കൂ, സീതാദേവി തന്നെയും കണ്ടു ശ്രീ ഹനുമാനും, സീതാദേവി തന്നെയും കണ്ടു ശ്രീ ഹനുമാനും. അങ്കുലിയം നൽകി ദേവി കയ്യിൽ, വന്ന സൂരരൊക്കെയും കൊന്നു കണ്ടുടനപ്പോൾ ഇന്ദ്രജിത്തും പാശബന്ധനാക്കി. വന്ന സൂരരൊക്കെയും കൊന്നു കണ്ടുടനപ്പോൾ, വന്ന സൂരരൊക്കെയും കൊന്നു കണ്ടുടനപ്പോൾ ഇന്ദ്രജിത്തും പാശബന്ധനാക്കി. രാവണൻ തൻ മുന്നിൽ ചെന്നവൻ ധീരതയോടെ, രാവണൻ തൻ മുന്നിൽ ചെന്നവൻ ധീരതയോടെ രാമചരിതങ്ങളുര ചെയ്തു. രാവണൻ തൻ മുന്നിൽ ചെന്നവൻ ധീരതയോടെ രാമചരിതങ്ങളുര ചെയ്തു. കേട്ടു കോപത്തോടെ രാവണൻ ശ്രീ ഹനുമാന്റെ, കേട്ടു കോപത്തോടെ രാവണൻ ശ്രീ ഹനുമാന്റെ. വാലിന്മേർത്തിയും കൊളുത്തി കോപാ, കേട്ടു കോപത്തോടെ രാവണൻ ശ്രീ ഹനുമാന്റെ. വാലിന്മേർത്തിയും കൊളുത്തി കോപാ. പാണ്ഡവർക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. പാണ്ഡവർക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. പാരിലെളിന്തവനെ പാഹിമണാളനെ, പാരിലെളിന്തവനെ പാഹിമണാളനെ, ഭക്തജന പരനേ. പാണ്ഡവർക്കുലൈ പ്രേമ ഭാജനമാകിയ ഭഗവാൻ ഗതി നമുക്കേ. കാരുണ്യശീലനെ കാരും പുരാണനെ, കാരുണ്യശീലനെ കാരും പുരാണനെ, കാളിയമർദ്ദനനെ. കാരുണ്യശീലനെ കാരും പുരാണനെ, കാളിയമർദ്ദനനെ.
பாண்டவர் குலை பிரேம பாஜனமாகிய பகவான் கதி நமக்கே. ஆலில மேல் பள்ளி கொண்டருள்வோயே ஆருல மேல் பள்ளி கொண்டருள்வோயே அச்சுதானந்த கிருஷ்ணனே. ஆலில மேல் பள்ளி கொண்டருள்வோயே அச்சுதானந்த கிருஷ்ணனே. பாண்டவர் குலை பிரேம பாஜனமாகிய பகவான் கதி நமக்கே. பாண்டவர் குலை பிரேம பாஜனமாகிய பகவான் கதி நமக்கே. गीतोपदेशने कीर्ति प्रकाशने गीतोपदेशने कीर्ति प्रकाशने कात्तुकोल्लणं माधवा. गीतोपदेशने कीर्ति प्रकाशने कात्तुकोल्लणं माधवा. पांडवर कुले प्रेम भजनमागिय भगवान गति नमुके. पांडवर कुले प्रेम भजनमागिय भगवान गति नमुके. पांडवर कुले प्रेम भजनमागिय भगवान गति नमुके. भगवान गति नमुके. भगवान गति नमुके. നമ്മൾ ഈ കണ്ട ഈ കലാരൂപം കണ്ടപ്പോൾ ഒരു കാണാത്ത ഒത്തിരി ആളുകളുണ്ടാവും അല്ലേ? ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ചെറിയ ആളുകളും അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഉള്ള ആളുകൾ പോലും കാണാത്ത ഒത്തിരി പേരുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. ഈ കലാരൂപം തുടങ്ങിയത് മുത്തശ്ശിയിൽ നിന്നാണ് അല്ലേ? ഏത് വർഷമാണ് ഇത് തുടങ്ങിയത്? 11 വയസ്സ് മുതലുള്ളതാണ്. പങ്കജാക്ഷി അമ്മയുടെ ചെറിയൊരു അമ്മയ്ക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് മകനായ പേര് പറയും. പേര് ശിവൻ. ശിവൻ ആണ് പങ്കജാക്ഷി അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. 12 വയസ്സിൽ അമ്മ ഈ കലാരൂപം അഭ്യസിച്ചാണ്. അത് അമ്മയുടെ അമ്മ തന്നെയാണ് അമ്മയെ പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അമ്മയുടെ അമ്മയാണ് ഇത് പഠിപ്പിച്ചത്. അപ്പൊ ഈ ഇതിലെ നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന തടി കൊണ്ടുള്ള പാവകളാണല്ലോ. തടി കൊണ്ടുള്ള പാവകളാണ്. അത് പാലത്തടിയിൽ ചെത്തിയെടുത്താണ്. തടി കൊണ്ടുള്ള പാവകൾ ഇത് ഉണ്ടാക്കുന്നതായിരുന്നു? ഉണ്ടാക്കുന്നത് അച്ഛനായിരുന്നു. അച്ഛനുണ്ടാക്കും. ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിപ്പോ നമ്മൾ പല രൂപത്തിൽ അതിനെ കുറച്ച് മൂവ്മെന്റ്സും അങ്ങനെയൊക്കെ കൊടുത്ത് ആണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ ആണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഘടകം അല്ലെ? താളവാദ്യങ്ങളും താളവാദ്യങ്ങൾക്കൊപ്പം ഈ കലാരൂപം ഒരേപോലെ ചലിക്കുകയും അതോടൊപ്പം തന്നെ ഈ കോൺസെൻട്രേഷൻ അല്ലാതെ നേരെ നമ്മുടെ മേൽചുണ്ടിനും മൂക്കിനും ഇടയിലുള്ള ചെറിയ സ്ഥലത്താണ് ഈ കൊച്ചുമിടുക്കി നമ്മുടെ രഞ്ജിനി ഈ ഇത്രയും നേരം നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്തത്. മോളെ എന്ന് പഠിക്കാൻ തുടങ്ങി? ഞാൻ അഞ്ചാം ക്ലാസ് മുതലാണ് കൂടുതലായിട്ടും ചെയ്തു തുടങ്ങിയത്. 4ാം ക്ലാസ്സിലാണ് പഠിക്കാൻ തുടങ്ങിയത്. 4ാം ക്ലാസ് മുതൽ ഇത് പഠിക്കാൻ തുടങ്ങി. 5ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും ചെയ്യാൻ തുടങ്ങി. ഇത് ഇവിടെ കുറച്ച് ഇങ്ങനെ നല്ല വെയിറ്റ് ഉള്ള സംഭവമൊക്കെ ഇല്ലേ? ഇവിടെ ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ വേദന എടുക്കല്ലേ? ഈ കുഞ്ഞു ചുണ്ടിനൊക്കെ വേദന എടുക്കില്ലേ? അത് വേദനയുണ്ട്. ഇവിടെ ചിലപ്പോ തൊലിയൊക്കെ പോകും. കുറച്ചു നാൾ ചെയ്ത് കഴിയുമ്പോ അത് അവിടെ തഴമ്പ് പോലെ തന്നെയായി. പിന്നെ കുഴപ്പമൊന്നുമില്ല.
അപ്പൊ ഇങ്ങനെയുള്ള ഈ കലാരൂപം ഇതിനോട് മോള് ഇപ്പൊ ഇങ്ങനൊരു ആകർഷണം തോന്നാനുള്ള കാരണം എന്താ? അത് അമ്മ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോ എനിക്കും പഠിക്കണം എന്നൊരാഗ്രഹം തോന്നി. പിന്നെ എൻ്റെ അമ്മയും അമ്മാവനും ഒക്കെ കൂടെ പറഞ്ഞപ്പോൾ കൂടുതലായിട്ടും പഠിക്കണം എന്ന് തോന്നി, അങ്ങനെ പഠിച്ചു. നിങ്ങളുടെ പിൻതലമുറയിൽ ഇപ്പൊ രഞ്ജിനി മാത്രമേ ഇതിലേക്ക് വന്നിട്ടുള്ളൂ ഇത് ചെയ്യുന്നത്? എൻ്റെ അറിവില് വേറെ ആരെയും അറിയില്ല. അമ്മയ്ക്ക് ഫോക്കുലർ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? കിട്ടി. മോള് ഇപ്പൊ അതിനുള്ള ശ്രമത്തിലാണോ? വേറെന്തൊക്കെ കലാരൂപങ്ങൾ അറിയാം? വേറെ അങ്ങനെ ഒന്നും. മോള് പാട്ട് പാടുവോ? പാട്ട് ചെറുതായിട്ട് ഒരു രണ്ടിലേയും പാടിയാലോ? മുത്തുച്ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. ഇപ്പൊ സ്കൂളുകളിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ടോ മോളെ? ഇപ്പൊ ഇത് സ്കൂളിലെ അവതരിപ്പിച്ചിട്ടുണ്ട്. LP സ്കൂളിലും പിന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലും അവതരിപ്പിച്ചു. ഈ വർഷം എത്ര പിള്ളേർ അത് കഴിഞ്ഞപ്പോ ഇത് കണ്ടിട്ട് എന്തെങ്കിലും മൂക്കിന്റെ മുകളിൽ കമ്പൊക്കെ വെച്ച് നടക്കുന്നുണ്ട്? ചിലരൊക്കെ പറഞ്ഞു ഈ അമ്മാനക്കായൊക്കെ എറിഞ്ഞപ്പോ മൂക്കിലൊക്കെ വന്ന് വീണെന്നൊക്കെ പറഞ്ഞു. ചിലര് നന്നായിട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അല്ല, വേറെ ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് ചെയ്തു നോക്കിയിട്ടുണ്ടോ? വീട്ടിൽ ചെന്ന് ഈ കമ്പൊക്കെ വെച്ച് മുകളിൽ എന്തെങ്കിലും കെട്ടി ചിരട്ടയൊക്കെ കുത്തി വെച്ചാൽ ചെയ്തു നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കി പരാജയപ്പെട്ടു. പരാജയപ്പെട്ടില്ലെന്ന് പറഞ്ഞു. മുഖത്തേക്ക് വീഴാന്നാ പറഞ്ഞു. അപ്പൊ ചെറിയ സ്റ്റാറായി നമ്മളവിടെ അല്ലേ? അപ്പൊ അമ്മയ്ക്ക് അമ്മ എത്ര വർഷം വരെ ചെയ്തിട്ടുണ്ട്? മുത്തശ്ശി എത്ര നാള് വരെ ഇത് ചെയ്തു? കഴിഞ്ഞ വർഷം നമുക്കിത് ഉണ്ടാവുന്നത്. അമ്മയ്ക്ക് മറ്റേ സുഖമില്ല വരുന്നത്. അതിനു മുമ്പ് വരെ അമ്മ ഇതൊക്കെ കൂടെ ചെയ്യായിരുന്നു. അമ്പലങ്ങളിലൊക്കെ പെർഫോമൻസ് ആയിട്ട് ചെയ്യാറുണ്ടോ? അമ്പലങ്ങളിലൊക്കെ ഒരു ക്ഷേത്ര കലാരൂപം എന്നുള്ള ഇത് നിങ്ങളല്ലാതെ വേറെ എവിടെയെങ്കിലും ചെയ്തതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുടെ ചെറുപ്പത്തിലൊക്കെ അമ്മ പൊക്കോണ്ടിരുന്നപ്പോഴൊക്കെ ഇതുപോലെ വേറെ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ കലാരൂപത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കലാരൂപത്തിന്റെ നമ്മളിപ്പം ഈ ആഹാര്യം എന്ന് പറയുന്ന ഒരു ഘടകം, അതായത് ഇതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ വളരെ എല്ലാം തന്നെ തടിയിൽ ഉണ്ടാക്കിയതാണ്. തടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ കലാരൂപത്തിന്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഒരു തനി നാടൻ കലാരൂപം. ഒരല്പം തമിഴ് കലർന്ന നിറഭേദങ്ങളാണ് അതിനുള്ളതെന്ന് മാത്രം. തമിഴ് വരുന്ന ഈ കൊത്തുമണിയിലുള്ള രീതിയിലുള്ള പെയിന്റിംഗ് ആണ് പല അതിലും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. നമ്മളിത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു കലാരൂപമാണ്. കാരണം ഇത് വളരെ താളബന്ധിതവും അതോടൊപ്പം തന്നെ വളരെ അടുക്കും ചിട്ടയോടും കൂടി ചെയ്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇതിനെ ഒത്തിരി വലുതാക്കാനുള്ള സാധ്യതകളുണ്ടല്ലേ? ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒരാളല്ലാതെ അതിനോടൊപ്പം തന്നെ വേറൊരാളും കൂടിയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ ഈ പെർഫോമൻസിനെ മാറ്റിയാൽ ഒരു വലിയ വേദിയിലൊക്കെ നമുക്കൊരു മെഗാ ഷോയിൽ പോലും 3-4 പേര് കൂടി അവതരിപ്പിക്കാവുന്ന ഒരു ഐറ്റം ആണല്ലേ? അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപത്തെ തിരിച്ചു കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ സാധിക്കും അല്ലേ? അങ്ങനെ ശ്രമിച്ചു നോക്കിയാലോ? ശ്രമിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ നഷ്ടപ്പെടാതെ നമ്മൾ ഈ വലിയ മെഗാ ഷോകളിലും ആരോ ചെയ്ത സംഭവത്തിൻ്റെ ആവർത്തനമാകാതെ നമ്മുടേതായ ഒരു കലാരൂപം, നമ്മുടെ കേരളത്തിൽ അത്രയധികം വൈവിധ്യങ്ങളുണ്ട് കലകൾക്ക്. ആ വൈവിധ്യങ്ങളായ കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. അപ്പോൾ നമ്മുടെ നല്ലനാടിൻ്റെ ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ കലാരൂപം സമ്മാനിച്ച ഇവർക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. മഹാദേവ ശിവശംഭോ, മഹാദേവ ശിവശംഭോ, മഹാദേവ ശിവശംഭോ, മഹാദേവ ശിവശംഭോ. ശ്രീമാരക്കോടി സുന്ദര പ്രഭു ശ്രീ മഹാദേവ ശിവശംഭോ.